ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശബ്ദമേറിയ ദൈവശബ്ദം ഇതാണ്: ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനു മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ അത്ഭുതകരമായി ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചിലതിനെ ഈ സീസണിൽ ദൈവം തിരികെ തരുവാനിടയായിത്തീരും. രണ്ടാമതായി ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടത്, നിങ്ങളുടെ ശൂന്യതകളെ അവൻ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനിടയായിത്തീരും. നിങ്ങളുടെ നഷ്ടങ്ങളുടെ അനുഭവങ്ങളെ എൻ്റെ ദൈവം റിസ്റ്റോർ ചെയ്തു തരും. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകളെ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി എൻ്റെ ദൈവം മാറ്റി നിറവിന്റെ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ടുവരുവാനിടയായിത്തീരും. ശക്തമേറിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവിക നിറവിനെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ലോകത്തിന്റെ എമ്പാടും ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അസാധാരണമാകുന്ന രീതിയിൽ ദൈവം നമ്മളെ നടത്തുവാനിടയായി തീർന്നു. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാനിടയായി തീർന്നു. ഓർത്തുകൊള്ളുക, ദൈവം പറഞ്ഞത് ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ദൈവം നിങ്ങളെ പറ്റി എന്തു കണ്ടോ അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. ഇന്ന് കാണപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇന്ന് കാണപ്പെടുന്ന നഷ്ടബോധങ്ങളിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കരുത്. ഇന്ന് കാണപ്പെടുന്ന ദാരിദ്ര്യത്തിന്റെയും ശൂന്യതയുടെയും ലോകത്തിന്റെ അനുഭവങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്. ഇതിനപ്പുറമായി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു ചെയ്യാൻ പറ്റും അത് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശബ്ദമേറിയ ചില ചിന്തകളുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകിത്തരും. ദൈവം അതിനെ റിസ്റ്റോർ ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ശൂന്യത മാത്രമാണ് ഞാൻ കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവികാലോചന ഞാൻ കൈമാറാം. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ എൻ്റെ ദൈവം മടക്കിത്തരും. വിശ്വാസത്തോടുകൂടി ഈ വചനങ്ങൾ നിങ്ങൾക്കൊന്ന് ഏറ്റുപറയാൻ പറ്റുമോ? നഷ്ടപ്പെട്ടതിനെ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മടക്കിത്തരുവാനിടയായിത്തീരും. അതൊരു പക്ഷേ ആത്മീകമാകട്ടെ, അതൊരു പക്ഷേ ഭൗതികമാകട്ടെ, അതൊരു പക്ഷേ ആരോഗ്യമാകട്ടെ. ദൈവാത്മാവ് ഇന്നലെ ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഈ 3 മേഖലയാണ് എന്നോട് ഇടപെട്ടത്. നിങ്ങളുടെ ആരോഗ്യത്തെ എൻ്റെ ദൈവം മടക്കിത്തരും. നിങ്ങളുടെ ഭൗതികമാകുന്ന അനുഭവത്തെ എൻ്റെ ദൈവം മടക്കിത്തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ശൂന്യതകളെ എൻ്റെ ദൈവം മടക്കി തരുവാനിടയായിത്തീരും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ജീവിതത്തിന്റെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഞാനിത് പറയുമ്പോൾ ഞാൻ കാണുകയാണ്, ആത്മാവിൽ കാണുന്നതും അത് തന്നെയാണ്. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഈ 3 മേഖലകളിൽ
നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിരിക്കുന്ന ചിലർ, അവരുടെ സമ്പത്തിൽ നഷ്ടമാണ്, അവരുടെ ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ആത്മികം ദൈവികമാകുന്ന കൂട്ടായ്മയിൽ നിന്ന് ചിലർ പിന്തിരിഞ്ഞു പോയി. ഇനി ഒരു മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകയില്ല എന്ന് പറയുന്ന ചിലരുണ്ടല്ലോ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ സീസണിൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മടങ്ങി വരുവാൻ വേണ്ടി പോകുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് യഥാസ്ഥാപനപ്പെടുവാൻ പറ്റിയാൽ, റെസ്റ്റോറേഷൻ നടക്കാൻ പറ്റിയാൽ, ബാക്കിയുള്ള സകല മേഖലകളും നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ പുറകിൽ വരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. കാരണം നിന്റെ ഫോക്കസ് ദൈവത്തിങ്കലേക്കാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. യഹോവയാണ്, യേശുവാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ, പ്രിയരെ, ഇത് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടുള്ള ദൈവശബ്ദമാണ്. ബാക്കിയുള്ളതൊക്കെയും നിന്നെ പിന്തുടരുവാനിടയായിത്തീരും. നിങ്ങൾ നോക്കുക, യോവേലിന്റെ പുസ്തകത്തിൽ സത്യം പറഞ്ഞാൽ 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താണ് ബാക്കിയുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. യോവേലിന്റെ പുസ്തകം പറയുന്നത് അത് തന്നെയാണ്. ഇനി ഒന്നും ശേഷിക്കാതെ വണ്ണം എല്ലാം നഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അനുഭവം ഇത് തന്നെയാണ്. ജീവിതത്തിന്മേൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയില്ല. ഓ, ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ദൂത് ഞാൻ കൈമാറുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അതിന്റെ നടുവിൽ എന്റെ ദൈവം പുതിയതായി നിന്നെ ഒരു അത്ഭുതമാക്കത്തക്ക രീതിയിൽ, നിന്നെ ഒരു അടയാളമാക്കത്തക്ക രീതിയിൽ, ഇനി ഒന്നും നടക്കയില്ല, എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന അതിന്റെ നടുവിൽ അത്ഭുതകരമായി ദൈവപ്രവൃത്തികൾ നിന്റെ കുടുംബ ജീവിതത്തിന്റെ ദൈവം ഈ സീസണിൽ വെളിപ്പെടുത്തുമെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ആലോചന പറയുകയാണ്. അതിനെ ഏറ്റെടുത്തോ, അതിനെ സ്വീകരിച്ചോ. അതുമായിട്ട് ഇന്ന് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് കടന്നുറങ്ങുവാൻ എവിടെയൊക്കെ നിങ്ങൾ പോകുന്നു, ആ വചനമായിട്ട് നിങ്ങൾ കടന്നുപൊക്കോ. ഗിദെയോനോട് ദൈവം പറയുന്നത് പോലെ ഈ ബലത്തോടുകൂടി നീ കടന്നുപൊക്കോ. നിന്റെ ജീവിതത്തിന്മേൽ അസാധാരണമായി ഇത് ദൈവം ചെയ്യും. ഇങ്ങനെ സമസ്ത മേഖലകളിൽ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ വചനം യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം നഷ്ടബോധത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല, ആ നഷ്ടങ്ങളുടെ നാളുകളിൽ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അതിന്റെ കാലയളവിലെ നന്മകൾ മൊത്തം നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തരുന്ന ദൈവമാണ് എന്റെ ദൈവം. ഞാനിത് പറയുമ്പോൾ അടയപ്പെട്ട ചില നന്മകൾ, നിങ്ങളുടെ കയ്യിൽ കിട്ടേണ്ട നന്മകൾ നാളുകളായി നിങ്ങൾ പരിശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. അങ്ങനെ എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ തടഞ്ഞു വെക്കപ്പെട്ട നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം മടക്കിത്തരും. പ്രാർത്ഥിച്ചോ, അതിനെ പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചോ, നിങ്ങൾ ദൈവപ്രവൃത്തി കണ്ടിരിക്കും. യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ്: അവൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന്. ആരോഗ്യം, അവിടെ മുറിവുകൾ എന്ന് പറയുന്ന പദത്തിൽ കാണുവാൻ കഴിയുന്ന ക്രോണിക്കൽ ഡിസീസുകൾ, ആർക്കും സൗഖ്യമാക്കുവാൻ പറ്റാത്ത ഇൻക്യൂറബിൾ ആകുന്ന ഡിസീസുകളെ എന്റെ ദൈവം ഈ സീസണിൽ സൗഖ്യം വരുത്തും. എന്റെ ദൈവം ഈ സീസണിൽ ആ മുറിവുകളെ പൊറിപ്പിക്കും.
അവിടെ കൊടുത്തിരിക്കുന്ന വേറെ പദം ഇപ്രകാരമാണ്, I will take away everything that hurting you. പ്രിയരെ, ഈ പദങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ വേദനപ്പെടുത്തുന്ന സകലത്തിനെയും ഈ സീസണിൽ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. പുതുക്കത്തിന്റെ അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. നിങ്ങളുടെ സമ്പത്താണോ നിങ്ങളെ വേദനപ്പെടുത്തുന്നത്? നിങ്ങളുടെ രോഗമാണോ നിങ്ങളെ വേദനപ്പെടുത്തുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതയാണോ നിങ്ങളെ വേദനപ്പെടുത്തുന്നത്? ഈ സകല മേഖലകളിന്മേലും ദൈവത്തിന്റെ പുതിയ പ്രവൃത്തികൾ നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഈ സീസണിൽ മടക്കി തരികയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണി തൊട്ട് 10 മണി വരെ സൂമിൽ ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂമിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. പ്രിയരെ, ഈ സീസണിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരും. പ്രത്യേകിച്ച് കടമായി, കടക്കെണിയായി എന്നെ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആരോഗ്യത്തിന്റെ മേൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഭയത്തോടെ എന്നെ കാണുന്ന ചിലരുണ്ട്. നിങ്ങളുടെ ശൂന്യതയുടെ നടുവിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന പലരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് മടക്കി തരുവാൻ വേണ്ടി പോകുകയാണ്. മടക്കി തരും. കർത്താവേ, ഈ ജനത്തെ ദൈവങ്ങളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, തടയപ്പെട്ട നന്മകളുണ്ട്. അതിന്റെ മേൽ ദൈവകരം ചലിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സീസണിൽ ദൈവം എനിക്ക് മടക്കി തന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. ഇതുവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചറിയും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.